World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hyson Heritage. ഈ ആളില്ലാത്ത ഈ ചൂടായതുകൊണ്ട് ആളില്ലാത്ത ഇല്ലെങ്കിൽ ഇപ്പോൾ തീരണ്ടയാ 1 മണിയാകുമ്പോൾ എങ്ങനെയായാലും തീരും ഈ സാധനം. ചൂട് കൊള്ളുമ്പോൾ നമുക്ക് തളർച്ചയും ക്ഷീണമൊക്കെ വരുമല്ലോ. പിന്നെ നമ്മൾ പിടിക്കണ്ടേ, നമ്മൾ കുടുംബമൊക്കെ പോറ്റണ്ടേ, പിള്ളേരൊക്കെ പഠിപ്പിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കൊടും ചൂട് സംസ്ഥാനത്ത് വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ചെറുകിട കച്ചവടക്കാരെയും ദോഷകരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരത്തിലാണ്. ഒരു വാഹനത്തിൽ പച്ചക്കറി വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ്റെ അടുത്താണ് നാം ഉള്ളത്. നമുക്ക് കാണാം ഇവിടെ ആകെ ഒരു തണലെന്ന് പറയുന്നത് ഈ വാഹനത്തിൽ ഇങ്ങനെ വെച്ച് കെട്ടിയ ഒരു കുടയാണ്. ആ കുടയുടെ ഒരു തണൽ മാത്രമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഭൂരിഭാഗം സമയവും വെയിലത്ത് നിന്നുകൊണ്ട് തന്നെ ഇവർക്ക് കച്ചവടം നടത്തേണ്ട ഒരു അവസ്ഥയാണ്. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട് ഈ ചൂടത്ത്? കച്ചവടം ആളിറങ്ങുന്നില്ല. ഈ ചൂട് കാരണം ഒരു മനുഷ്യൻ പോലും ഈ ടൗണിൽ ഇറങ്ങുന്നില്ല. കൊണ്ടുവരുന്നത് വൈകിട്ട് തിരിച്ചു കൊണ്ടുവന്ന് കളയുന്നു. ഇത് തന്നെ ഇപ്പോൾ സംഭവിക്കുന്നത്. ഭയങ്കര നഷ്ടത്തിലൊക്കെയാണ് ഓടുന്നത്. അത്രയ്ക്കും കൊടും ചൂടില്ലാണ്ട് മിനിയാന്ന് ഇതേപോലെ ആണ്ട് ചൂടടിച്ച് പൊള്ളിയതാണ്ട് ചെറിയുടെ ഈ ഭാഗത്ത്. അപ്പം എന്ന് പറയുന്ന പോലെ അത്രയും കഠിന ചൂടില്ലയോ. വെള്ളം കുടിച്ച് ഇപ്പം പാതി വിൽക്കുന്നത് വെള്ളം കുടിക്കാനേ ഉള്ളൂ. പിന്നെ നമ്മളെന്ത് പറയാനാ, ഇത് തന്നെ സംഭവം നടക്കുന്നത്. ഇവിടെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം ഇത് ഏറ്റവും തിരക്കുള്ള ഒരു ഇടമാണ്. പക്ഷെ തണൽ നോക്കി നിങ്ങൾ വേറെ എവിടോട്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ അതും ദോഷമാണ്, കച്ചവടം കിട്ടില്ല. നമുക്ക് പൈസയൊക്കെ കിട്ടാറുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ പൈസകൾ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പൈസകൾ നമുക്ക് മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് പോകാനും പറ്റത്തില്ല, ഒരുപാട് പറ്റുണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് പൈസകൾ കിട്ടാറുണ്ടാണ് നമ്മൾ ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കുന്നത്. പച്ചക്കറി ഇപ്പോൾ വെയിൽ കൊണ്ടാണല്ലോ, ഇത് കേട് വരുമോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ഒരു സാഹചര്യം വരുന്നില്ല, കേടൊന്നും വരുന്നില്ല. നമ്മൾ അന്നന്ന് വിറ്റ് തീരുമല്ലേ, വൈകിട്ട് 4 മണിയാകുമ്പോൾ തീരും. സാധാരണ ഈ വെയിലില്ലെങ്കിൽ ഇതൊരു 1 മണി 2 മണിക്ക് തീരേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ വെയിലായതുകൊണ്ട് ആളിറങ്ങാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു 5 മണി 6 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അന്നേരേ തീരും, അല്ലാതെ തീരത്തില്ല. മറ്റേ നമുക്കൊരു 12 മണി 1 മണിയാകുമ്പോൾ തീരുന്നേ. അതിന് നമ്മൾ അത്രയ്ക്ക് വില കുറച്ചില്ല വിൽക്കുന്നത്. ഞാൻ ഇവിടുന്ന് ഒരു 45 കിലോമീറ്റർ താണ്ടി ഇവിടെ വന്നാൽ വിൽക്കുന്നത്. ഇവിടെ ഈ വിൽക്കുന്നതിനേക്കാളും 4 ഇരട്ടി വില കുറച്ചാണ് ഞാൻ ഇവിടെ വിൽക്കുന്നത്. ഇവിടെ എവിടെ അന്വേഷിച്ചാലും അതിനേക്കാളും നമ്മൾ 4 ഇരട്ടി വില കുറച്ചാണ് ഈ സംഭവങ്ങളെല്ലാം വിൽക്കുന്നത്. ഈ ആളില്ലാത്ത ഈ ചൂടായതുകൊണ്ട് ആളില്ലാത്ത ഇല്ലെങ്കിൽ ഇപ്പോൾ തീരണ്ടയാ. 1 മണിയാകുമ്പോൾ എങ്ങനെയായാലും തീരും ഈ സാധനം. തുടർച്ചയായിട്ട് കുറേ സമയം ഇങ്ങനെ വെയിലത്ത് നിൽക്കുകയാണല്ലോ, എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടോ? അങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കൂടി പിന്നെ ദേഹത്തിന് നമുക്ക് വരുമല്ലോ, ചൂട് കൊള്ളുമ്പോൾ നമുക്ക് തളർച്ചയും ക്ഷീണമൊക്കെ വരുമല്ലോ. പിന്നെ നമ്മൾ പിടിക്കണ്ടേ, നമ്മൾ കുടുംബമൊക്കെ പോറ്റണ്ടേ, പിള്ളേരൊക്കെ പഠിപ്പിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുടുംബം പോറ്റണം, കുട്ടികളെ പഠിപ്പിക്കണം. അങ്ങനെ സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ വെയിൽ കാര്യമാക്കുന്നില്ല. ഇതുപോലെയുള്ള റോഡരികിൽ വാഹനമൊക്കെ ഇട്ട് അതിൽ കച്ചവടം നടത്തുന്ന ചെറുകിട കച്ചവടക്കാരെയും ഈ ചൂട് അവരെ ദോഷകരമായി ബാധിച്ചിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.